പുതിയ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു മമ്മൂട്ടിയുടെ പുതിയൊരു സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റി, സവർഗാനുരാഗം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. സിനിമ ഇറങ്ങിയതേ ഉള്ളൂ, അതുമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ വായിക്കുന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലാശയം എന്താണെന്ന് നമുക്കറിയില്ല. ആ ആശയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ മാത്രമാണ് എന്താണ് അത് കൺവേ ചെയ്യുന്ന മെസ്സേജ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ 2 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന നിരൂപണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന കുറേ മനസ്സംഘർഷങ്ങളാണ് ആ സിനിമയുടെ പ്രമേയം എന്നാണ്. ആ മനസ്സംഘർഷങ്ങൾക്ക് കാരണം അയാൾക്കുള്ള ഒരു സ്വവർഗാനുരാഗമാണ്. അയാൾക്ക് ഒരു പുരുഷനുമായി ബന്ധമുണ്ട്, അതാണ് ഇതിന് കാരണം. അപ്പോൾ ഈ സ്വവർഗാനുരാഗം സ്വാഭാവികമാണ്. മനുഷ്യരുടെ എല്ലാം ഉള്ളിലുള്ള, മനുഷ്യരുടെ എല്ലാമല്ല, ചിലരുടെ ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായ അനുരാഗമാണ്. സ്വന്തം വർഗത്തോട് പോകുന്ന അനുരാഗമെന്നും, അതുകൊണ്ട് തന്നെ അതൊരു നോർമലാണ് എന്നും, അതാരിലെങ്കിലും ഉണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതല്ല എന്നും, അവരുടെ ഉള്ളിലുള്ള ആ അനുരാഗം അത് പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റായി കാണേണ്ടതല്ല എന്നുമുള്ള ആശയങ്ങൾ. ഇതാണ് സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നാണ് വായനയിൽ നിന്ന് മനസ്സിലായത്. ഈ വിഷയം പറയുമ്പോൾ വളരെ പ്രധാനമായും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമയിലൂടെ ഇന്ന് മലയാളിക്ക് മുന്നിൽ സ്വവർഗാനുരാഗത്തെ വിഗ്രഹവൽക്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്വവർഗാനുരാഗത്തെ നോർമലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകുമ്പോൾ അത് കേവലം ഏതോ ഒരു സിനിമാ നടൻ്റെയോ, അല്ലെങ്കിൽ കേവലം ഏതോ ഒരു സിനിമാ സംവിധായകൻ്റെയോ തലച്ചോറിൽ ഉദിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഇതാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വളരെ അപകടകരമായൊരു സാമൂഹ്യ നിർമ്മിതി ലക്ഷ്യമാക്കിക്കൊണ്ട് 1970-കൾ മുതൽ പാശ്ചാത്യ നാടുകളിൽ നടക്കുന്ന വളരെ സമർത്ഥമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണിത്. ജെൻഡർ പൊളിറ്റിക്സ് എന്നോ LGBTQIA+ ആക്ടിവിസം എന്നോ വിളിക്കാവുന്ന വളരെ അപകടകരമായ രാഷ്ട്രീയം പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് വളരെ സമർത്ഥമായി സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. അതെന്താണ്? അത് സ്വവർഗാനുരാഗം മുതൽ ഒരാൾക്ക് തോന്നാവുന്ന ലൈംഗികമായ വ്യതിരിക്തതകൾ മുഴുവനും സ്വാഭാവികമാണ് എന്നും, ആ സ്വാഭാവികതകൾ മുഴുവനും സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നുമുള്ള വളരെ അപകടകരമായ വീക്ഷണം. 2 തരം കാര്യങ്ങൾ, അത് വളരെ വിശദമായി ഇവിടെ വിശദീകരിക്കാൻ ഒരു ചോദ്യോത്തരത്തിൻ്റെ സമയത്ത് സാധ്യമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അപകടകരമായ ഒരു സമൂഹ നിർമ്മിതിയാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ഒന്ന്, ജെൻഡറും സെക്സും, സെക്ഷുവാലിറ്റിയും. ജെൻഡർ അത് മുതൽക്ക് തുടങ്ങുകയാണിത്. ജെൻഡറിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. എന്താ ജെൻഡർ എന്ന് പറഞ്ഞപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി?
ഇത്ര വലിയ പ്രശ്നം എന്താണത്? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് സാധുക്കളുണ്ട്. ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും തമ്മിലൊരു ബന്ധമില്ല. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തുല്യമായി പരിഗണിക്കപ്പെടുക എന്നാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇല്ലാത്ത അവസ്ഥയുണ്ടാവുക എന്നാണ്. അതേ, കുഞ്ഞുങ്ങളെ മുഴുവനും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഈ സിനിമകൾ വഴി മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ വഴിയെല്ലാം നമ്മുടെ കുട്ടികളുടെ തലച്ചോറുകൾക്കകത്തേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ഒരാളും ജനിക്കുന്നത് ആണായിട്ടോ പെണ്ണായിട്ടോ അല്ല. അവർ എല്ലാവരും ജനിച്ചതിന് ശേഷം അവരാണും പെണ്ണുമായി തീരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കകത്ത് ആണോ പെണ്ണോ ഉള്ളത് എന്ന് നിങ്ങളുടെ ലിംഗം നോക്കിക്കൊണ്ട് മാതാപിതാക്കൾ നിശ്ചയിച്ചാൽ അത് ശരിയാവില്ല. നിങ്ങൾ 10-13 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ലിംഗം നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടത്. അതുവരെയുള്ള സമയത്ത് നിങ്ങൾ ആണും തമ്മിൽ ഉള്ള ഒരു വ്യതിരിക്തതയും ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സുകൾ വരുന്നത്. നിങ്ങൾ വളരെ വിശദമായി പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികൾക്ക് ലൈംഗികമായ ചോദന വരുന്ന സമയത്ത് ആരോടാണോ ഇഷ്ടം തോന്നുന്നത്, ഏതാണെന്നാണോ അവർക്ക് തോന്നുന്നത്, അതനുസരിച്ച് അവരുടെ ലിംഗം തീരുമാനിക്കണം. അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ ആണും പെണ്ണും അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നെല്ലാം പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇത് പറയണമെങ്കിൽ പോലും അവർക്ക് അഡോളസൻസിലെത്തണം എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ. ജെൻഡർ മാറ്റ ശസ്ത്രക്രിയ എന്നത് കോമൺ ആക്കി തീർക്കുന്ന അവസ്ഥ. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും. സ്വന്തം ലിംഗത്വം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, കുട്ടികളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യസ്തമായ യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. ടോയ്ലറ്റുകൾ അടക്കം എല്ലാം എല്ലാവർക്കും പോകാൻ പറ്റുന്നതാകണം എന്ന് പഠിപ്പിക്കുന്ന സാമൂഹ്യ അവസ്ഥ. ഇതാണ് ജെൻഡർ പൊളിറ്റിക്സ്. അതിൻ്റെ ഒപ്പം സെക്ഷുവാലിറ്റി പൊളിറ്റിക്സ് വരിക. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ലൈംഗികത എന്നത് ഓരോരുത്തർക്കും അവരുടെ ജെൻഡറുമായിട്ട് അതിന് ബന്ധപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഒരാൾക്ക് തൻ്റെ ലിംഗമേതാണ് എന്ന് ബോധ്യമായ, ലിംഗത്വം എന്ന് പറയുക ജെൻഡർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ആരോടാണോ ഇഷ്ടം തോന്നുന്നത് അതാണ് അയാളുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ. ആ ഇഷ്ടം തോന്നുന്നത് ചിലപ്പോൾ സ്വന്തം വർഗത്തിൽപ്പെട്ടവരാകാം. അത് ഹോമോസെക്ഷുവാലിറ്റി. അത് അവരുടെ ഡിസ്പോസിഷനാണ്. അത് അവരങ്ങനെയാണെന്നുള്ളത് കൊണ്ടാണ്. സ്വന്തം വർഗത്തിൽപ്പെട്ടവരല്ല, എതിർവർഗത്തിൽപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ അത് അത് ഹെട്രോസെക്ഷുവാലിറ്റി. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത്. ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഹോമോസെക്ഷുവാലിറ്റിയും ഹെട്രോസെക്ഷുവാലിറ്റിയും മാത്രമല്ല, ഇതേപോലെ ഒരുപാട് സെക്ഷുവൽ ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് LGBTQAI+ എന്താ ഇനിയും കണ്ടുപിടിക്കാത്ത സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്നാണ്. ഈ ഓറിയൻറ്റേഷൻസിൽ നമുക്കെല്ലാം പേടി തോന്നുന്ന പലതുമുണ്ട്. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതിലേക്ക് നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ കൊണ്ടുപോവുകയാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റുകളിലൂടെ ചെയ്യുന്നത്. ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പോഴല്ല, 1970കളിൽ ഹോമോസെക്ഷൽസ് പ്രസിദ്ധീകരിച്ചൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ പറയുന്ന കാര്യമാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റുകൾ ഉപയോഗിച്ച് ആളുകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യണമെന്ന്. നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പം ഇങ്ങനെ വരണമെന്നുള്ളൂ. എത്രയെന്നറിയോ നിങ്ങൾക്ക്? പീഡോഫിലിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോട് ലൈംഗികമായ താല്പര്യം തോന്നൽ. അത് ഡിസ്പോസിഷനാണെന്നാണ്. എന്താ അതിൽ തെറ്റെന്നാണ്. അങ്ങനെ തോന്നിയാൽ കുട്ടികളുടെ ശരീരത്തിന് അപകടമൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, ഇയാൾക്ക് ആവശ്യമുള്ളത് ഇയാൾ വാങ്ങുക. എന്താണ് അതിലെ പ്രശ്നം എന്നാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിനു വേണ്ടിയുള്ള ഓർഗനൈസേഷൻസ് പാശ്ചാത്യ നാടുകളിൽ സജീവമാണ്.
നാംബ്ല നോർത്ത് അമേരിക്കൻ ചിൽഡ്രൻസ് ലവേഴ്സ് അസോസിയേഷൻ. ഇതേപോലെയുള്ള സംഘടനകൾ. ഇപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം നോർമലാണ്. സെക്ഷൽ ലൈംഗികമായ അഭിനിവേശം ആരോട് തോന്നുന്നു അതെല്ലാം നോർമലാണ്. അവിടെ എങ്ങനെ പോയാൽ ആ ലിസ്റ്റിൽ പിന്നീട് ഓരോന്നായിട്ട് വരികയാണ്. എന്താണ്? ബെസ്റ്റിയാലിറ്റി വരുന്നു, മൃഗങ്ങളോട് തോന്നുന്ന അഭിനിവേശം വരുന്നു, അതേപോലെ തന്നെ നെക്രോഫീലിയ വരുന്നു, ശവങ്ങളോട് തോന്നുന്ന അഭിനിവേശം വരുന്നു, ഇൻസെസ്റ്റ് വരുന്നു, മാതാപിതാക്കളോടും അതേപോലെ സഹോദരങ്ങളോടുമെല്ലാം തോന്നുന്ന അഭിനിവേശം വരുന്നു, മക്കളോടെല്ലാം തോന്നുന്ന അഭിനിവേശം വരുന്നു. ഇതെല്ലാം നോർമലാണ്. എന്നംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ LGBTQ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ആളുകളുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്തെടുക്കുക എന്ന ദൗത്യമാണ് പലപ്പോഴും ഇത്തരം സിനിമകൾ നിർവഹിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇന്ന് അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ജെൻഡർ ഇഷ്യൂ എന്താണ്? ഇപ്പം അവിടെ എല്ലാം തന്നെ പറയുന്നത് ജെൻഡർ ഡിസ്ഫോറിയ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളിൽ. ആണോ പെണ്ണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, ജെൻഡർ കൺഫ്യൂഷൻ. ഞാൻ ഏതാണെന്ന് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ അഡോളസൻസിലാണല്ലോ ഇത് തിരിച്ചറിയേണ്ടത്. ആ അഡോളസൻസിലാണല്ലോ അതിൻ്റെ ആക്ഷൻസ് വരിക. അപ്പോൾ ഞാനാണോ പെണ്ണോ ഹോമോസെക്ഷുവലോ ഹെട്രോസെക്ഷുവലോ എന്നൊന്നും മനസ്സിലാവണില്ല. എല്ലാം പണം തോന്നുന്നു. ഞാനാണെന്നൊരു ദിവസം തോന്നുന്നു, പെണ്ണാണെന്നൊരു ദിവസം തോന്നുന്നു. അപ്പോൾ അതിനും തിയറി എന്താ? ജെൻഡർ ഫ്ലൂയിഡിറ്റി. എന്താ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ? അങ്ങനെയും തോന്നാമെന്നാണ്. ഒരു ദിവസം രാവിലെ ഒരാൾക്ക് ആണാണെന്ന് തോന്നാം, വൈകുന്നേരം പെണ്ണാണെന്നും തോന്നാം. ഇതെല്ലാം തിയറട്ടൈസ് ചെയ്യണത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിലേക്കെല്ലാം നമ്മുടെ തലച്ചോറിനെ നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിനെ കൊണ്ടുപോകാൻ വേണ്ടി വളരെ സമർത്ഥമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതികളുടെ ഭാഗമാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റുകളടക്കം. ഈ സിനിമയുടെ പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ വിളിച്ചിട്ടുള്ളത് എല്ലാ തിന്മകൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരുവിധം എല്ലാ പേരുപയോഗിച്ചും ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫാഹിഷത്ത് എന്ന്, അതേപോലെ ഒരുപാട് ഏതൊക്കെ പേരുകൾ അറബിയിലുണ്ടോ അതെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ പരിഗണിക്കപ്പെടേണ്ട മറ്റ് കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോണില്ല. ഞാൻ ഇവിടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അത് പറയുന്നു. തീർച്ചയായും ഇനിയും ഇതേപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് വരും, ഇനി ഇതേപോലെയുള്ള ശ്രമങ്ങൾ നടക്കും. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം നമ്മുടെ പുതിയ തലമുറയുടെ മസ്തിഷ്കം പ്രക്ഷാളനം ചെയ്യലാണ്, ബ്രെയിൻ വാഷ് ചെയ്യലാണ്. അവരുടെ തലച്ചോറിൽ ഇതെല്ലാം നോർമലാണ് എന്ന ബോധമുണ്ടാക്കലാണ്. ആ ബോധമുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസ് എന്നുള്ള നിലക്ക് വളരെ ശക്തമായ പ്രതിരോധം ആവശ്യമുള്ള സമയത്താണ് നമ്മൾ എന്നുകൂടി മനസ്സിലാക്കുക.